ഹായ് ഓൾ, വെൽക്കം ടു മെൻഡേഴ്സ് അക്കാദമി. നമ്മളിന്ന് +1 തുല്യത തിയറി ക്വസ്റ്റ്യൻസ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ജേണലും ലെഡ്ജറും തമ്മിലുള്ള വ്യത്യാസം. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരുവിധം നമ്മൾ കാണുന്നതാണ്. ജേണലും ലെഡ്ജറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ജേണൽ എന്താണെന്ന് പറയുന്നുണ്ട്. പ്രഥമ രേഖപ്പെടുത്തുന്ന ബുക്കാണ്. നമ്മൾ ഒരു കാര്യം ഫസ്റ്റ് എഴുതുന്ന ബുക്കാണ് ജേണൽ. ലെഡ്ജർ എന്ന് വെച്ചാൽ ദ്വിതീയ രേഖപ്പെടുത്തൽ ബുക്കാണ്. എന്ന് വെച്ചാൽ രണ്ടാമത് ജേണൽ നോക്കിയാണ് ലെഡ്ജർ എഴുതുന്നത്. ജേണൽ ഒരു അനുബന്ധ ബുക്കാണ്. ലെഡ്ജർ ഒരു മുഖ്യ അക്കൗണ്ടിങ് ബുക്കാണ്. ജേണൽ കാലക്രമാധിഷ്ഠിതമാണെന്ന് പറയുമ്പോൾ ക്രോണോളജിക്കൽ ഓർഡർ, ഡേറ്റ് വൈസ് ആണ് നമ്മൾ ജേണലിൽ ട്രാൻസാക്ഷൻസ് എഴുതുക. ഒരു മാസത്തെ ട്രാൻസാക്ഷൻസ് എഴുതുകയാണെങ്കിൽ ആദ്യം ഒന്നാം തീയതിയിലെ ട്രാൻസാക്ഷൻ, പിന്നെ 2-ാം തീയതി, അങ്ങനെ ഓർഡർ ഓഫ് ഡേറ്റ് ആണ് ഈ ക്രോണോളജിക്കൽ റെക്കോർഡ്, കാലക്രമാധിഷ്ഠിത റെക്കോർഡ്. ലെഡ്ജർ വിശകലനാത്മക ബുക്കാണ്. ജേണൽ ഇത് ഉറവിടങ്ങൾ നോക്കിയാണ് തയ്യാറാക്കുന്നത്. സോഴ്സ് ഡോക്യുമെന്റ്, ഇപ്പോൾ ബില്ല്, ഒരു ട്രാൻസാക്ഷൻ നടന്നതിന്റെ പ്രൂഫ് നോക്കിയിട്ടാണ് ജേണൽ എഴുതുന്നത്. ലെഡ്ജർ നോക്കിയിട്ട്, ഈ ജേണൽ നോക്കിയിട്ടാണ് എഴുതുന്നത്, ലെഡ്ജർ എഴുതുന്നത്. എല്ലാത്തരം ഇടപാടുകളെയും പൂർണ്ണമായും രേഖപ്പെടുത്തും ഏത് ജേണൽ. ലെഡ്ജറിൽ ഇങ്ങനെയാണ് ഇടപാടുകളെ തരംതിരിച്ച് വിവിധ അക്കൗണ്ടുകളൊക്കെ രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ പർച്ചേസ് റിലേറ്റഡ് ഒക്കെ പർച്ചേസ് അക്കൗണ്ട്, അനിലിന്റെ അക്കൗണ്ട് ഒക്കെ അനിലിന്റെ അക്കൗണ്ട്, അനിലിന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ അനിലിന്റെ അക്കൗണ്ടിൽ, സെയിൽസിന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ സെയിൽസ് അക്കൗണ്ടിൽ, ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ ക്യാഷ് അക്കൗണ്ടിൽ. അങ്ങനെ 6-ാമത്തെ പോയിന്റ്, ഇതിൽ രേഖപ്പെടുത്തിയതിന് ജേണലൈസിംഗ് എന്ന് പറയുന്നു. ജേണലിൽ ട്രാൻസാക്ഷൻസ് എഴുതുന്നതിനെ നമ്മൾ വിളിക്കുക ജേണലൈസിംഗ് എന്നാണ്. ലെഡ്ജറിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നതിനെ വിളിക്കുക പോസ്റ്റിംഗ് എന്നാണ്. ജേണലിൽ നമ്മൾ ബാലൻസ് ആകത്തുക കണ്ടുപിടിക്കുന്നത് ചെയ്യണില്ല. പക്ഷെ ലെഡ്ജർ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ കാലയളവിന്റെ അവസാനത്തിലും നമ്മൾ തുക കണ്ടെത്തിയിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു ഡിഫറൻസ് നമുക്ക് റിപ്പീറ്റ് ചോദിക്കാറുണ്ട്, സാധ്യതയുള്ളതാണ്. നേർരേഖ രീതിയും നീക്കിയിരിപ്പ് രീതിയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ മൂല്യക്ഷയത്തിന്റെ പാഠത്തിൽ പഠിക്കാനുള്ളതാണ്. എന്താണ് നേർരേഖ രീതിയും നീക്കിയിരിപ്പ് രീതികളും? ഈ രണ്ട് രീതികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? നേർരേഖ രീതി നോക്കാം. ആസ്തിയുടെ യഥാർത്ഥ വിലയ്ക്ക് മൂല്യക്ഷയം കണക്കാക്കും. നീക്കിയിരിപ്പ് രീതി ഓരോ വർഷം കുറഞ്ഞു വരുന്ന രീതിയാണ് നീക്കിയിരിപ്പ് രീതി. നീക്കിയിരിപ്പ് രീതിയിൽ ആസ്തിയുടെ ബുക്ക് വിലയ്ക്ക് മൂല്യക്ഷയം കണക്കാക്കും. ഓരോ വർഷത്തെയും ബുക്ക് വാല്യൂവിന്റെ മുകളിൽ മൂല്യക്ഷയം കണക്കാക്കും. 2-ാമത്തെ പോയിന്റ്, എല്ലാ വർഷവും ഒരേ തുകയാണ് മൂല്യക്ഷയമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചുമത്തുന്നത്. നീക്കിയിരിപ്പ് രീതിയിൽ മൂല്യക്ഷയത്തിന്റെ തുക ഓരോ വർഷം തോറും കുറഞ്ഞു വരും. മൂല്യക്ഷയവും അറ്റകുറ്റപ്പണിച്ചെലവും ഓരോ വർഷവും വ്യത്യാസപ്പെട്ടിരിക്കും. ഏതില്? നേർരേഖ രീതിയിലെ മൂല്യക്ഷയവും അറ്റകുറ്റപ്പണിച്ചെലവും എല്ലാ വർഷവും ഏകദേശം എന്തായിരിക്കും? തുല്യമായിരിക്കും. നീക്കിയിരിപ്പ് രീതിയിൽ നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് അല്ലെങ്കിൽ ആദായ നികുതി പ്രകാരം നമ്മുടെ നേർരേഖ രീതി അംഗീകരിക്കുന്നില്ല. ഇൻകം ടാക്സ് അംഗീകരിക്കുന്ന രീതിയാണ് ഏത്? നീക്കിയിരിപ്പ് രീതി. അറ്റകുറ്റപ്പണി ചെലവും കാലഹരണപ്പെടൽ സാധ്യത കുറവുള്ളതുമായ ആസ്തികൾക്ക് അനുയോജ്യം. ഏതിനാണ് ഈ നേർരേഖ രീതി അനുയോജ്യം എന്ന് പറയുന്നത്? അറ്റകുറ്റപ്പണി ചെലവുകളും പിന്നെ നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ, കാലഹരണപ്പെടൽ സാധ്യത കുറവുള്ളതുമായ ആസ്തികൾക്കാണ് അനുയോജ്യം. നീക്കിയിരിപ്പ് രീതി സാങ്കേതിക മാറ്റത്തിന് വിധേയമാകുന്നതും അറ്റകുറ്റപ്പണി ആവശ്യമുള്ളതുമായ ആസ്തികൾക്കാണ് ഏതനുയോജ്യം? നീക്കിയിരിപ്പ് മൂല്യരീതി അനുയോജ്യമായിട്ട് എടുക്കാം. അടുത്തൊരു ഡിഫറൻസ് ആണ് പ്രൊവിഷനും റിസർവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്. ഒരു 5 പോയിന്റെങ്കിലും നോക്കി വെക്കാം. പ്രൊവിഷൻ, റിസർവ്. പ്രൊവിഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കിട്ടാക്കടത്തിന്റെ മുകളിൽ പ്രൊവിഷൻ ഉണ്ടാക്കുന്നു. പക്ഷേ റിസർവ് എന്ന് പറയുന്നത് ലാഭം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ലാഭത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും എമർജൻസികൾ വരികയാണെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ റിസർവ്, കരുതൽ ധനം നമുക്ക് എടുത്തു വെക്കാം. വകയിരുത്തലും കരുതൽ ധനവും. അടിസ്ഥാന സ്വഭാവം വകയിരുത്തൽ ലാഭത്തിൽ ചുമത്തുന്നതാണ്. വകയിരുത്തൽ ചുമത്തുന്നതാണ്, നിർബന്ധമാണ്. കരുതൽ ധനം ലാഭത്തിൽ നിന്ന് നീക്കി വെക്കുന്നതാണ് കരുതൽ ധനം. ഉദ്ദേശം, വകയിരുത്തലിന്റെ ഉദ്ദേശം മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ഒരു ബാധ്യത നിറവേറ്റുന്നത് സൃഷ്ടിക്കുന്നു. ഇപ്പൊ കിട്ടാക്കടം ഇത്ര പേര് തരില്ല എന്ന് നമുക്ക് ഏകദേശം ഒരു ഉറപ്പാണെങ്കിൽ ആ കിട്ടാക്കടത്തിനെതിരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വകയിരുത്തൽ നടത്തുന്നു. കരുതൽ ധനം ബിസിനസ് സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കരുതൽ ധനം കരുതി വെക്കുന്നത്. ലാഭവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ വകയിരുത്തൽ, ഇത് ലാഭനഷ്ട അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നു, അതിനാൽ ലാഭം കുറയ്ക്കുന്നു. നമ്മളിത് എഴുതാറുണ്ട്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ് കിട്ടാക്കടം എന്നിട്ട് കാണിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ലാഭത്തെ കുറയ്ക്കും ഈ പ്രൊവിഷൻ, വകയിരുത്തല്.
കരുതൽ ധനം എന്ന് പറയുന്നത് എന്താ, വിഭജിക്കാവുന്ന ലാഭം കുറയ്ക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മുടെ പ്രോഫിറ്റ് ഒക്കെ അതിൻ്റെ ഓണർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നാണ്, നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് എന്ത് ചെയ്യണത്, ഈ പ്രൊവിഷനും എല്ലാം കൊടുത്ത് ബാക്കി കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ റിസർവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ, വിഭജിക്കുന്ന ഭാഗം, അവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഭാഗം അല്ലെങ്കിൽ അവർക്ക് വിഭജിച്ചെടുക്കാൻ പറ്റുന്ന ലാഭത്തിന്റെ മുകളിൽ കുറയ്ക്കും. രൂപീകരണം, വേണ്ടത്ര ലാഭമില്ലെങ്കിൽ പോലും വകയിരുത്തൽ നമ്മൾ എന്ത് ചെയ്യണം, സൃഷ്ടിക്കണം. നമ്മൾ എന്തായാലും വകയിരുത്തൽ വെക്കണം. കരുതൽ ധനം, മതിയായ ലാഭത്തിൽ നിന്നാണ് എന്ത് ചെയ്യണത്, കരുതൽ ശേഖരം സൃഷ്ടിക്കുന്നത്. രൂപീകരണ രീതി, ലാഭനഷ്ട അക്കൗണ്ട് ഡെബിറ്റ് ചെയ്താണ് വകയിരുത്തൽ സൃഷ്ടിക്കുന്നത്. ലാഭവിനിയോഗ അക്കൗണ്ട് വഴിയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. നിക്ഷേപം, ഇത് ബിസിനസ്സിന് പുറത്ത് നിക്ഷേപിക്കാൻ പാടില്ല, ഇത് വകയിരുത്തൽ ബിസിനസ്സിനുള്ളിൽ തന്നെ നിക്ഷേപിക്കണം. റിസർവ്, കരുതൽ തന്നെ എന്ത് ചെയ്യാം, ബിസിനസ്സിന് പുറത്തും നമുക്ക് ഏതെങ്കിലും ലാഭകരമായിട്ടുള്ള ഏരിയയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നിക്ഷേപിക്കാം. ആവശ്യകത, നിയമപ്രകാരം വകയിരുത്തൽ സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണ്. വകയിരുത്തൽ കരുതൽ ധനം സ്വരൂപിക്കുന്നതിന് എന്തില്ല, നിർബന്ധമില്ല. നികുതി വിധേയ ലാഭവുമായുള്ള ബന്ധം, വകയിരുത്തൽ നികുതി വിധേയമായുള്ള ലാഭം കുറയ്ക്കും. കാരണം എന്താ, വകയിരുത്തൽ ഒരു ചെലവ് പോലെയാണ് നമ്മൾ എടുക്കുന്നത്, നമ്മുടെ ലാഭത്തെ കുറയ്ക്കും. അടുത്തത്, കരുതൽ ധനം നികുതി വിധേയമായ ലാഭത്തെ ബാധിക്കില്ല. ലാഭവീതം കൊടുക്കാൻ ഉപയോഗിക്കുക, ലാഭവീതം കൊടുക്കാനായിട്ട് എന്ത് ഉപയോഗിക്കാൻ പാടില്ല, വകയിരുത്തൽ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ വകയിരുത്തൽ ചെയ്തിരിക്കുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആണെങ്കിൽ അത് കിട്ടാക്കടത്തിന് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ അത് എന്തിനു ഉപയോഗിക്കാൻ പാടുള്ളൂ, മൂലക്ഷയത്തിന് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, നമ്മുടെ വേറെ ചെലവുകൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. പൊതു കരുതൽ ധനം ലാഭവീതം കൊടുക്കാനായിട്ട് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇതിൽ നിന്നൊരു 5 പോയിന്റെങ്കിലും പഠിച്ചു വയ്ക്കുക. അടുത്തത്, കരുതൽ ധനവും വരുമാന കരുതൽ ധനവും തമ്മിലുള്ള വ്യത്യാസം. റവന്യൂ റിസർവും ക്യാപിറ്റൽ റിസർവും. മൂലധന കരുതൽ ധനം, അതുപോലെ തന്നെ വരുമാന കരുതൽ ധനം. അപ്പോൾ വരുമാന കരുതൽ ധനം എന്താണ്, മൂലധന കരുതൽ ധനം എന്താണ്? ഉറവിടം പറയുന്നുണ്ട്, വരുമാന കരുതൽ ധനം സാധാരണ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്നതാണ് എന്ത്, ഈ കരുതൽ ധനം. വരുമാനം, സാധാരണ നമ്മുടെ ബിസിനസ് ഇപ്പോൾ സെയിലുണ്ടായി, സാധാരണ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്ന് മാറ്റിവെക്കുന്നതാണ് ഇത്, ഈ വരുമാന കരുതൽ ധനം. മൂലധന കരുതൽ ധനം എന്താണ്, മൂലധന ലാഭത്തിൽ നിന്നാണ്, എന്താ ചെയ്തതിൽ അസറ്റ് വിറ്റിട്ടോ അങ്ങനെ വരുമ്പോൾ മൂലധന ലാഭത്തിൽ നിന്നാണ് ഏത്, ഈ മൂലധന കരുതൽ ധനം ഉണ്ടാക്കുന്നത്. ലാഭവീതം, പൊതു കരുതൽ ധനം ലാഭവീതം നൽകുന്നതിന് ഉപയോഗിക്കാൻ പറ്റും. ലാഭവീതം നൽകുന്നതിനെ മൂലധന കരുതൽ ധനം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. ഉദ്ദേശം, സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുന്നതിനെയാണ് ഇത് വരുമാന കരുതൽ ധനം. നിയമം അനുശാസിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് മൂലധന കരുതൽ ധനം. ഇതും ഒന്ന് പഠിച്ചു വെക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.